അമ്മേ എന്റെ ഷൂ എവിടെ അമ്മേ? സ്കൂളിൽ ബെല്ലടിക്കാറായി. പണി എത്രയല്ലേ ആയുള്ളൂ? ഇത്ര നേരത്തെ പോയി പിള്ളേരോട് വഴക്കൂടാനായിരിക്കും. വൈകുന്നേരം ഉടുപ്പയിലൊക്കെ ചെളിയാക്കിക്കൊണ്ടെങ്കിൽ വാ, നിന്നെ ഞാൻ നല്ല പെടപെടയ്ക്കും. എന്നെയും പഠിക്കും അമ്മേ? ഇല്ല, എന്റെ മോനെ അമ്മയുടെ തങ്ക കുടമല്ലേ. നിന്റെ കളർ പെൻസിൽ എടുത്തു? എടുത്തു. കൊറേ നേരം ആയാലും ഒരുങ്ങാൻ തുടങ്ങിയിട്ട് എന്തു പറ്റി? ഇതെന്താ ചേച്ചി, വൃത്തിയുള്ള യൂണിഫോം അല്ലേ കുട്ടികൾക്ക്? അതിനിത് മുഷിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ലാന്ന് കാണുന്നവർക്ക് തോന്നണ്ടേ? നല്ല ഇസ്ത്രീകൾ ഉടുപ്പിട്ട് കൊടുത്തേ. ഇതേതോ ദാരിദ്ര്യവാസിയുടെ വീട്ടിലെ പിള്ളേരെ പോലെ തോന്നില്ലേ? ഇതെങ്കിലും ഒറ്റ ദിവസമായിട്ടുള്ളൂ ബാല. ഒറ്റ ദിവസം പോരെ മുഷിയാൻ? അലക്കി തേച്ച ഉടുപ്പിട്ട് നല്ല വൃത്തിയിൽ വേണം കുട്ടികളെ സ്കൂളിലേക്കാൻ. ഇതെത്ര പേര് കാണുന്ന? പോന്ന് നോക്കിക്കാം, ഞാൻ തന്നെ ഇവരെ സ്കൂളിലാക്കിയേക്കാം. അപ്പൊ ചേട്ടൻ ലേറ്റ് ആവില്ലേ? ലേറ്റ് ആയിക്കോട്ടെ, അതിനേക്കാൾ വലിയ കാര്യമാണ് കുട്ടികളെ സ്കൂളിലാക്കുക. തന്നെയുമല്ല, ഇവരെ ഒറ്റ സ്കൂളിൽ അയക്കരുത്. പേപ്പറിലെ കാണുന്നില്ലേ കുട്ടികളെ സന്യാസിമാരെ പിടിച്ചോണ്ട് പോയി? ശരിയാ ശരിയാ. അതിപ്പോ ഇന്നാണോ ചേട്ടൻ വായിക്കുന്നത്? അവൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നത് നിനക്കെന്താ? സ്നേഹമുള്ളവർ അങ്ങനെയാ. അവളൊരു വലിയ വായത്തിലെ കാര്യം. ആ കുട്ടികളെ ഉടുപ്പ് മാറ്റിത്തരാം. ആകപ്പാടൊരു മാറ്റം ഉണ്ടല്ലോ. നീ പോയി വെള്ളം. വേഗം നടക്കണം, എനിക്ക് ഓഫീസിൽ പോകാൻ വൈകി. അധിക പ്രസംഗം പറഞ്ഞ ഒറ്റ വീക്ക് വെച്ച് തരും കേട്ടോ. പറഞ്ഞേ. India is my country. India is my country. All Indians are my brothers and sisters. I love my country. And I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect, and treat everyone with courtesy. My country, and my people, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടീസ്. എനിക്കറിയാലോ. ക്ലാസ്സിൽ പൊയ്ക്കോ. വികൃതി വല്ലതും കാണിച്ചാ ടീച്ചർ തല്ലും. പൊയ്ക്കോ. അതെ, ഈ കുട്ടികളെ തല്ലാറുണ്ടോ? ആവശ്യം വരാറില്ല. അയ്യോ, തല്ലണം. ചെറിയ കുട്ടികളെ നല്ലോണം തല്ലണം. മൂത്തോള് മഹാവികൃതിയാണ്. ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, ഇഷ്ടം പോലെ തല്ലിക്കും. വെറുതെ തല്ലാനൊരു പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. അല്ല, അനുസരണൊക്കെ എന്ന് തല്ല് തന്നെ നല്ല വരുന്നത്. ഒരു അടിത്തറ ഇല്ലെങ്കിൽ പഠിത്തം ശരിയാവില്ല. ചിലപ്പോ രാത്രി 12 മണിവരെയൊക്കെ ഇരുന്ന് ഞാൻ തന്നെ ഇവരെ ഇംഗ്ലീഷും കണക്ക് പഠിപ്പിക്കാറുണ്ട്. ആ 2 വിഷയത്തിലാണ് കുട്ടികൾ മോശം. അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. അതെ, പിന്നെ ഞാൻ ഈ വാൾ പേപ്പറിന്റെ ക്യാൻവാസിംഗ് നിർത്തി. ഇപ്പൊ ഓഫീസിലെ കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഉടനെ എന്നെ ഫോണിൽ വിളിച്ചറിയിക്കണം. ഇതാ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും. അതായത് കുട്ടികളിപ്പോ വികൃതി കാണിച്ചാൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ എന്തെന്നാലും എന്നെ വിളിച്ചറിയിക്കണം. മടി വിചാരിക്കരുത്, എന്റെ സിസ്റ്ററിന്റെ കുട്ടികളാണ്. അപ്പൊ ഒരു അമ്മാവൻ എന്ന നിലയിൽ അവരുടെ ഭാവി ഞാൻ പറട്ടെ. അനിതേ, വഴി ഇതുവരെ പറഞ്ഞു കൊടുത്തല്ലേ? ഇന്നലെ നിന്നോട് വഴി ചോദിച്ച പാർട്ടിയല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനിതേ. ഹലോ, എനിക്കാണോ? സ്പീക്കിംഗ്. ഒന്ന് ചുമ്മാ ഇരിക്കണോ? സോറി, ഇവിടെ പറഞ്ഞതാ. ഉടനെ അയക്കാം. ഓക്കെ. ഒരു കോള് വരെ. എന്ത്? അതെ, ടി പി ബാലഗോപാലിനെ വേണമെന്ന്
എന്നെ വിളിച്ചാൽ മതി. ഹലോ, ബാലഗോപാലനാ? കൊടുക്കാം. സോറി. യെസ്, ടി.പി. ബാലഗോപാലൻ ഹിയർ. എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധം ഉണ്ടാടാ? ആ, നീയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവിയെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്ന്. അവർ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സാറിന്ന് വൈകുന്നേരം അങ്ങ് വായി നോക്കാതെ വീട്ടിലെത്തണം. വൈകരുത് കേട്ടോ. ആ, ഇല്ല. ഓക്കെ. ഇത് നടന്ന പറശ്ശിനോടപ്പുരയ്ക്കല് തിരുവപ്പനെ കെട്ടി ആടിച്ചോളാമേ ഭഗവാനെ രക്ഷിക്കാം. അതൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അല്ല, ഒന്ന് അവിടെ നിന്നാ തിരക്കടില്ലായിരുന്നു. ചായ കൂടിയല്ല, പെണ്ണ് കാണലാണ് ഉദ്ദേശം. അത് മനസ്സിലായി കാണുമല്ലോ. ചായ കുടിക്കാം. അല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഊമയാണോ, വിക്കുണ്ടോ, മുടന്തിയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? എന്താ കുട്ടിയുടെ പേര്? പേരറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, വിക്കുണ്ടോ എന്ന് പരിശോധിക്കാനാ. ഇതുവരെ വിക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ ഭാവിയിൽ വിക്കുണ്ടായി കൂടന്നില്ല എന്ന അർത്ഥം. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ക്ഷമിക്കണം, ഞാൻ സ്കൂളില് കുട്ടികളെ കൊണ്ടുവരാൻ പോയി. കുറച്ച് വൈകിപ്പോയി. കുറെ നേരം വന്നിട്ട് ഇല്ല. ഇതാണ് ഗൃഹനാഥൻ. നമസ്തേ. പെൺകുട്ടിയെ കണ്ടു. ഒരു ഇടനിലക്കാരെന്നുള്ള നിലയിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ മാറിയിക്കാം. വേറെ നല്ല സാരി ഒന്നും ഇല്ലായിരുന്നു എടുത്തു കൊടുക്കാൻ. ചേച്ചി നോക്കണ്ടേ? ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ല. പയ്യൻ മുനിസിപ്പൽ ഓഫീസിൽ ഒരു ഗുമസ്തന. ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. ദേവിയെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അത് പിന്നെ പറയണോ? സാറിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്താ ഉള്ളത് നാരായണൻകുട്ടിക്ക് അറിയില്ലേ? വിലപേശലിന് ശേഷമുള്ള കണക്കനുസരിച്ച് 10 പവന്റെ ആഭരണം, 10,000 രൂപ. ഇനിമെന്റ് വേണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാടാ. അല്ല, ഇതൊരു വലിയ ഡിമാൻഡാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ എന്റെ സ്ഥലം ഞാനങ്ങ് വയ്ക്കാം. യോഗം ഉണ്ടെങ്കിൽ സ്ഥലമൊക്കെ നമുക്ക് പിന്നീട് വാങ്ങാം. പൊതുവെ പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലെന്ന് എനിക്കറിയാം. അനുവദിച്ചാൽ ഞാൻ പറയാം. പറഞ്ഞോ. ധൈര്യമായി പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. പറഞ്ഞേ. എനിക്ക് അയാളെ പിടിച്ചില്ല. ഇനി കളക്ടർ വരണമായിരിക്കും. പിന്നീട് വഷളാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇനി നമ്മൾ ആലോചിച്ച് തല പൊണ്ണാക്കണ്ടല്ലോ. ഞാൻ അവരോട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോളാം. എന്താ അതിന്റെ ഭാവം? നീ ഒരു ലോ സുന്ദരിയാണെന്നുള്ള വിചാരം? പിടിച്ചില്ല അത്രേ. ആ ചെറുക്കന് നീയുടെ കുഴപ്പം താടി. ആ 8 സെന്റ് സ്വന്തമാക്കിയതിന്റെ പുറകിൽ ബാലേട്ടിന്റെ എത്ര കാലത്ത് അധ്വാനം ഉണ്ടെന്ന് എനിക്കറിയാം. What is the spelling of price? Nisha? P-R-I-Z-E. Good. What is the spelling of glad? Naveen? G-L-A-D. Okay. Now, Divya spell sorry. C-O-R. What? O-R. C-O-R. രാത്രി വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി. എന്നിട്ട് എന്താ തെറ്റുന്നത്? അങ്കിള് രാത്രിയിൽ പഠിപ്പിച്ചു തരാറില്ലേ? ഇല്ല. കളവ് പറയരുത്. ഞങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴാ അങ്കിള് വരിക. ഓഹോ, അത് ശരി. ടീച്ചറിനൊരു ഫോണുണ്ട്. എനിക്കോ? അതെ, ഏതോ ഒരു ബാലഗോപാലൻ. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഹലോ. ഹലോ, ഞാനാണ് ടി.പി. ബാലഗോപാലൻ. എന്താ എന്നെ വിളിക്കായിരുന്നത്? അത് ഒന്നുമില്ല. പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞോ? മഹാവീർതികളാ, നന്നായിട്ട് നുണ പറയും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം? എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ള. ഞാൻ ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ
ഞാനവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം. അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും. ഞാൻ നേരത്തെ കാത്തിരിക്കാം. വിരോധമില്ലെങ്കിൽ കാണാം. ഓക്കെ ഓക്കെ. ആരായി ബാലഗോപാലൻ? അത് അത് എന്റെ ഒരു കസിനാണ് സർ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. വരൂ, അത് വരും. ഇവിടെ ഒരു കിണർ ഒഴിക്കാൻ സ്പോട്ട് കണ്ടുവച്ചിരുന്നു. പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്ന എന്തിനാ പലരും ചോദിക്കുന്നത്. ട്യൂബ് വെല്ലാണ് അത്ര നല്ലത്. പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതാ പ്രശ്നം. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ. അതായത് ഈ ട്യൂബ് വെല്ലിന്റെ... എനിക്ക് ട്യൂബ് വെല്ലിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ട്യൂബ് വെല്ല് എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ. പരിഭാഷയുടെ കാര്യമല്ല പറഞ്ഞത്. ഓ, അത് കുഴിക്കുന്ന കാര്യം. അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ട്യൂബ് വെല്ല് വളരെ എക്സ്പെൻസീവ് ആവുമെന്നോ ഇപ്പൊ പേടി. ഈ ട്യൂബ് വെല്ല് വലിയ ശല്യമായല്ലോ. കുട്ടികളെ കുറിച്ചോ മറ്റോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതും പറയാം. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഇത് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇത് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമേ മുകളിലാവുന്നതാണോ താഴെയാവുന്നതാണോ നല്ലത്? മുകളിൽ നിന്ന് പറഞ്ഞാൽ അങ്ങ് ആകാശത്തോ? കളി പറഞ്ഞല്ലേ. മുകളിലാവുമ്പോ ഊണും കഴിഞ്ഞ് 2 കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റുകൊള്ളാം. ഒരാൾക്കിരിക്കാൻ ഇതിന് 2 കസേര? ഒരാളല്ല, 2 ആളുണ്ടാവും. ഉണ്ടാവണമല്ലോ അല്ലേ? എനിക്കെന്തറിയാം. ബാക്കി നാളെ പറയാം. ഇവിടെ അടുത്ത് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. പിന്നെ കാണാം. മതി ചന്ദ്ര. പോയ മുത്തശ്ശി, നല്ല വെണ്ണ പോലെ ആവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന് ഒരു കുഴപ്പവും വരരുത്. ഈ സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ മുത്തശ്ശി? ഇത് ചൊറിയില്ല. സുഖണ്ട മുത്തശ്ശി? ഞാനിപ്പോ വരും മുത്തശ്ശി കേട്ടാ. ഇപ്പൊ വരേ. എന്തേ വേറെ തള്ളെ മണി അടിക്കുന്ന എന്തിനാ? വേറെ ജോലിയൊന്നും ഇല്ലേ? കാര്യങ്ങൾ നടക്കണ്ടേ? ആ തൊട വിചാരിച്ചപ്പോൾ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ബാലനാണെങ്കിൽ ഒരു ശുദ്ധ ഭാവ. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അലിയുന്ന മനസ്സാവേണ്ടത്. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ, ഇല്ല രാക്ഷസി ദേവി. എന്നാ അവളെ കൈപിടി അടിക്കുക. അങ്ങോട്ടേ അല്ലേ മണിയുടെ അനക്കം കേട്ട കാര്യം മനസ്സിലാവും അവക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 10,500 റുപ്യ കളക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. എനിക്ക് അധികമൊന്നും വേണ്ട, ഒരു 15,000 റുപ്യ കിട്ടിയാൽ മതി. 15,000 രൂപയ്ക്ക് ഞാൻ എവിടെ പാനാ? കുറെ വെക്കുന്നതിന്റെ കുഴപ്പം നല്ല പറയടി. ഓരോ പെങ്ങന്മാര് ഭർത്താക്കന്മാരെ സഹായിക്കാൻ വേണ്ടി ആങ്ങളന്മാരെ കൈമണി അടിച്ച് കാര്യം സാധിക്കാൻ കാണുമ്പോ ഇങ്ങനെ കൊതിയാവുക. ഇവിടെ സ്വപ്പെട്ട 15,000 റുപ്യക്ക് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പടിക്കുന്ന കയറി ഇറക്കുന്നത്? ഞാനിപ്പോ എന്ത് വേണം? നീ എന്ത് ചെയ്യണമെന്നോ? നീ കുറെ കരി, കുറെ ബഹളം വെക്കി, നെഞ്ചത്തിടിക്ക് വളരെ സൂക്ഷിച്ചു വേണ്ടിട്ടോ എനിക്ക് പണിയൊക്കെ കേട്ടോ. എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കുമെന്ന് കാണുമ്പോ നീ എനിക്ക് കണ്ടടിക്ക്. സമയം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞെത്തു. ഞാൻ പോട്ടെ, എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല. വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ഊണ് കഴിച്ചിട്ട് പോകും. മീൻകറി നിൽക്കുന്നുണ്ടോ? മീനൊന്നുമില്ല. മീൻകറി ഒന്നും ഇല്ലേ? എന്നാ കുറച്ച് ഊണ് കഴിക്കല്ലേ? വാ വാ വാടി. ടീച്ചർ ഇതാ, ഇത് നോക്കൂ. ഇതാ ഞാൻ പറഞ്ഞത്. ടീച്ചർ, പ്രിൻസിപ്പൾ വിളിക്കുന്നു. പോയിട്ട് വരും. എന്താ സർ? പേടിക്കാനൊന്നുമില്ല. SMC ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഒരു ചെറിയ അറ്റാക്ക്, അത്രയുള്ളൂ. അതിനെന്താ, പോണെങ്കിൽ പൊയ്ക്കോളൂ. ഒന്ന് ഫോൺ ചെയ്യട്ടെ. ബാലഗോപാൽ ഹിയർ. വിഷമിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. ഏത് ഹോസ്പിറ്റലാ? ശരി, ഞാനിപ്പോ തന്നെ വരാം.
കാഷ്വാലിറ്റി ഇതാണ്. ഇതാണ്. താങ്ക്സ്. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ലെന്നൊക്കെയാ പറയുന്നത്. അല്ല, അന്ന് വാൾപേപ്പർ ഒന്നും കുട്ടിയല്ലേ? അതെ, ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ. ഇപ്പൊ നിർത്തി. എന്റെ ചേച്ചിയുടെ കുട്ടികള് അനിതയുടെ അല്ല ടീച്ചറിന്റെ സ്കൂളിലാ പഠിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഒരു സഹായത്തിന് ഞങ്ങൾക്കാരുമില്ല കുട്ടി. ഞാനുണ്ടമ്മേ, എല്ലാത്തിനും ഞാനുണ്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് വന്നേ. എന്താ സംഭവിച്ചത് ഇങ്ങനെ പെട്ടെന്ന്? കോടതി വരാന്തയിൽ ബോധം കെട്ട് വീഴാണത്ര ഉണ്ടായത്. അനിതയുടെ അച്ഛൻ അഡ്വക്കേറ്റ് ആണോ? അല്ല, കോടതിയിൽ വേറെ വല്ല ജോലി? ഒന്നുമില്ല. 5-6 വർഷമായിട്ട് അച്ഛൻ കോടതിയിൽ തന്നെയാ. അവസാനിക്കാത്ത കേസുകൾ കാരണം എല്ലാം നശിച്ചു. എന്ത് കേസ്? അല്ല, വിഷമാണെങ്കിൽ പറയണ്ട. ഞാൻ അന്യനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീരെ പറയണ്ട. അതുകൊണ്ടല്ല, അതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയ വിഷമമാണ്. എന്ത് വിഷമവും മറ്റുള്ളവരോട് പറഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടും. അച്ഛൻ ഒരു PWD കോൺട്രാക്ടർ ആയിരുന്നു. കഷ്ടകാലത്തിനാണ് ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങിയത്. ശിവരാമൻ നായർ എന്നൊരാളാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത്. അച്ഛന്റെ ആത്മസുഹൃത്ത്. അയാൾ ചതിച്ചതാ. 8 ലക്ഷം രൂപയോളം അയാൾ കൊണ്ടുപോയെന്നാണ് അച്ഛൻ പറയുന്നത്. അന്ന് തുടങ്ങിയതാ കേസും കോടതിയൊക്കെ. 3 ലോറിയും 1 കാറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വിറ്റു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും പണയത്തില്ല. ഇന്ന് കോടതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. വിധി കേട്ടതും അച്ഛൻ തളർന്നു വീണു. അമ്മയ്ക്ക് ഒന്നിനെ പറ്റി ഒരു ചിന്തയില്ല. നോവൽ വായിക്കണം, സിനിമ കാണണം, അതൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ എന്റെ ശമ്പളം കൊണ്ട് വേണം വീട് പുലരാൻ. അല്ല, അപ്പോ നമ്മളൊക്കെ ഒരേ തുണിയിൽ സഞ്ചരിക്കുന്നവരാ. മോളെ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങത്രേ. ഞാൻ വാങ്ങിച്ചോണ്ടിരാ. അല്ല, ഞാൻ പോവാം. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അമ്മേ, കാശ്. കാശ് തന്നെ കൊച്ചാക്കാൻ നോക്ക. ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. മരുന്ന് മാത്രം മതിയോ? അമ്മയ്ക്ക് വല്ലതും വേണോ? വേണ്ട. ഞാനിപ്പോ വരാം. വണ്ടി നീയായിരുന്നോ? നിന്നെ ഓഫീസിൽ അന്വേഷിച്ചപ്പോ നീ ലോഡ്ജിൽ പോയെന്ന് പറഞ്ഞ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോ നീ എവിടെ? ഇവിടെ. പിന്നെ അന്ന് നിന്നെ കണ്ടപ്പോ നീ ഓടി കളഞ്ഞില്ലേ? ആരോടി? അല്ല, അതൊക്കെ പോട്ടെ. ആ കണ്ടീഷനിൽ ആരാലും ഓടിപ്പോവും. ആരെപ്പോ എവിടെ? ആരാ കക്ഷി? കക്ഷിയാ? എന്താ കക്ഷി? ഞാൻ പോന്നെ. ആർക്കാ മരുന്ന്? മരുന്ന് നമ്മുടെ ഓഫീസിൽ ജോലിയുള്ള ആളുടെ. പിന്നെ 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 മദറിന്റെ നിനക്ക് അറിഞ്ഞൂടാ? എന്റെ അടുത്ത് പറയടേ. എന്നാ ഞാൻ പിടിച്ചോളാടാ മരുന്ന്. അമ്മേ, ഇവിടെ ഫ്ലാസ്ക് ഇല്ലേ? ഇല്ല. ആ, അത് കൊള്ളാം. നിങ്ങൾക്കൊരു ചായ കുടിക്കാൻ തോന്നി എന്ത് ചെയ്യും? ഞാനൊരു ഫ്ലാസ്ക് വാങ്ങിച്ചോട്ടെ. വേറെ എന്തെങ്കിലും വേണം? ചലച്ചിത്രം? ആ, ഒന്ന് നിൽക്കൂ. എന്താ? ഇത് വാങ്ങൂ. അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ അനിത എന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളായിട്ട് കരുതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതെന്നോട് കാണിച്ചാലേ എനിക്ക് വിഷമം തോന്നും. എന്റെ കാശുണ്ടല്ലോ. സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ വാങ്ങിട്ടാ വന്നത്. അതവിടെ ഇരിക്കട്ടെ. എന്റെ കയ്യിലുള്ള തിരുമ പറയാം. അനിതയ്ക്കറിയാം, എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കാലം കുറേയായി. ഇപ്പോ അവരൊക്കെ തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു. അനിതയുടെ അച്ഛനെ അമ്മയും കാണുമ്പോ അധികം ആഗ്രഹിക്കാനില്ലാതെ ജീവിക്കായിരുന്നു ഞാൻ. ഇപ്പോ ഈ സന്ദർഭത്തില് എന്താ പറയേണ്ടത് എനിക്കറിയില്ല.
Mm-hmm.